ഹലോ ഗൈസ്, അപ്പോൾ ഡിസ്ക്ലെയിമർ എന്ന പോലെ പറയാം, ആരും കൊതി വിടരുത്. ഓക്കെ, സംഭവം വേറൊന്നുമല്ല. ലുക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നു, ഒരു അറബിക് റെസ്റ്റോറൻ്റ് ആയിട്ട് തോന്നുന്നില്ലേ? നല്ല അറബിക് വൈബ് കിട്ടിലുമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ റെസ്റ്റോറൻറ്റിൽ. ഞങ്ങൾ ചെന്നപ്പോൾ ഉടനെ പറഞ്ഞു, ചേട്ടാ ചേച്ചി പെട്ടെന്ന് കയറിയിരുന്നു, ഇനിയിപ്പോൾ സീറ്റ് കിട്ടാതെ ഞങ്ങളെ കുറ്റം പറയരുതെന്ന്. അപ്പം തന്നെ അവരൊരു പ്ലേറ്റ് സാലഡും 2 സൂപ്പും കൊണ്ടുവന്നു. ആ സൂപ്പിൽ നിന്ന് തല എടുക്കാതെ അവൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ കിടിലൻ സൂപ്പായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സൂപ്പ് എങ്ങനെയുണ്ടെന്ന് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു. സൂപ്പ് എടുക്കുന്നുണ്ട്, ഊതുന്നുണ്ട്, ഒരു അരമണിക്കൂർ ഊതുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് സാലഡ് കഴിക്കുന്നുണ്ട്. റാണ അറിയാമല്ലോ അല്ലേ, സാലഡിൻ്റെയും ഹെൽത്തി ഫുഡിൻ്റെയും ആളാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ അടാറ് സാധനം വന്നിട്ടുണ്ട്, അതായത് ചാർക്കോൾ കബ്സ. അയ്യോ, നാവിന്ന് വെള്ളം വരുന്ന, ഒരു മിനിറ്റ്. വേറൊന്നുമല്ല, ചാർക്കോൾ കബ്സ. ഞാനാണെങ്കിൽ ഒരു കബ്സക്കാരിയാണ്, അതായത് എവിടെയൊക്കെ കബ്സ കിട്ടുമോ അവിടെയൊക്കെ പോയി കഴിക്കുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് ഒരു പ്രീമിയം ടേസ്റ്റും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മസാല എനിക്ക് ഇവിടെ നിന്ന് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ അവരുടെ ഗാർലിക് മയോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു ഗൈസ്. എങ്ങനെ പറയണമെന്നറിയത്തില്ല. എനിക്ക് എവിടെ നിന്ന് കബ്സ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ടേസ്റ്റ് എനിക്ക് അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യമായിട്ടൊരു വീഡിയോയും ചെയ്യുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് കോമ്പിനേഷനായിട്ട് അവർ തന്നത് ലൈം ജ്യൂസാണ്. ഫ്രീ അല്ല കേട്ടോ, അതിൻ്റെ കോമ്പിനേഷൻ വരുന്നത് നല്ലത് ലൈം ജ്യൂസാണ് കേട്ടോ. അപ്പോൾ അത് മൊത്തം കഴിച്ചു കഴിഞ്ഞു. ഇതായിരുന്നു നമ്മുടെ അവസ്ഥ, വയറെല്ലാം ഡും എന്നായി. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് ആരും മറക്കണ്ട, ബർദുബായിൽ യൂസഫ് പെർഫ്യൂംസിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള കബ്സക്കട. ഓക്കെ, എല്ലാവരും പോയി ട്രൈ ചെയ്യുക. അതിൻ്റെ കൂടെ അഭിപ്രായം രേഖപ്പെടുത്തുക, കമൻറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഷെയർ, സബ്സ്ക്രൈബ്, ലൈക്ക് ഒക്കെ മറക്കരുതേ. താങ്ക് യു.